ചിത്രത്തിൻ്റെ തുടക്കത്തിൽ എമ എന്ന പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. അവളൊരു നായയെയും കൂട്ടി കാട്ടിലേക്ക് നടക്കുകയാണ്. കാഴ്ചയിൽ വളരെ നിഷ്കളങ്കയാണെന്ന് തോന്നിക്കുന്ന എമ വനത്തിനുള്ളിൽ ആരും കാണാത്ത ഒരിടത്തെത്തിയതും പെട്ടെന്ന് അവളുടെ സ്വഭാവം മാറി. അവളൊരു ക്രൂര മൃഗത്തെ പോലെ താൻ ഒളിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് ആ നായയെ ഒരു ദയവുമില്ലാതെ കുത്തിക്കൊലപ്പെടുത്തി. ശേഷം അതിൻ്റെ മൃതശരീരം അവിടെ തന്നെ ആരും കാണാതെ കുഴിച്ചുമൂടി. ഈ ഒരൊറ്റ സീനിലൂടെ തന്നെ എമ ഒരു സൈക്കോപാത്ത് ആണെന്നുള്ള വസ്തുത വെളിപ്പെടുകയാണ്. എമയുടെ അച്ഛൻ്റെ മരണശേഷം അവളുടെ ആൻറ്റി ആഞ്ചലയാണ് അവളെ ദത്തെടുത്തിരുന്നത്. ആഞ്ചലയുടെ ഭർത്താവ് റോബർട്ടിനും അവരുടെ ചെറിയ കുഞ്ഞിനൊപ്പമാണ് എമ ഇപ്പോൾ താമസിക്കുന്നത്. പുറം ലോകത്തിന് മുന്നിൽ താനൊരു സാധാരണ ടീനേജറാണ് എന്ന് വരുത്തി തീർക്കാൻ കണ്ണാടിക്ക് മുന്നിലിരുന്ന് എമ ഓരോരോ ഭാവങ്ങളും സംസാര രീതികളും മണിക്കൂറുകളോളം പരിശീലിക്കാറുണ്ടായിരുന്നു. ഉള്ളിൽ പകയും ക്രൂരതയും ഒളിപ്പിച്ചു വെച്ച് മറ്റുള്ളവരുടെ മുൻപിൽ മാന്യത അഭിനയിക്കുകയായിരുന്നു അവൾ. ഒരു ദിവസം രാവിലെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആഞ്ചല അവിടേക്ക് കടന്നു വരുന്നത്. ജോലിയിൽ വീണ്ടും പ്രവേശിക്കാൻ പോകുന്ന ആഞ്ചല അക്കാര്യം എമയോട് പറഞ്ഞു. എമ വളരെ സ്നേഹത്തോടെ അവരെ അഭിനന്ദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. തുടർന്ന് എല്ലാവർക്കും വേണ്ടി റോബർട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെന്നും വേഗം താഴേക്ക് വരാനും ആഞ്ചല പറഞ്ഞു. എന്നാൽ വീട്ടിൽ റോബർട്ടിൻ്റെ സാന്നിധ്യം എമയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടമല്ലായിരുന്നു. തനിക്ക് ആഞ്ചലയുടെ കൂടെ മാത്രം നിൽക്കാനാണ് താല്പര്യമെന്ന് അവൾ റോബർട്ടിനോട് തുറന്നു പറയുന്നുണ്ടായിരുന്നെങ്കിലും റോബർട്ട് അത് ഒരു തമാശയാണെന്നാണ് കരുതിയിരുന്നത്. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ആഞ്ചല എമയ്ക്കൊരു ബോർഡിംഗ് സ്കൂളിൻ്റെ ഫോം നൽകി. അവിടെ ചേരുന്നത് അവളുടെ കരിയറിന് നല്ലതാണെന്നും അത് റോബർട്ടിൻ്റെ ആശയമാണെന്നും ആഞ്ചല പറഞ്ഞു. റോബർട്ട് തന്നെ വീട്ടിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം മുതൽ എമയ്ക്ക് അയാളോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നുകയാണ്. റോബർട്ട് എമയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും എമ ഇതിനെ മറ്റൊരു രീതിയിലാണ് കണ്ടിരുന്നത്. സ്കൂളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു എമ. പഠനത്തിലും അവൾ മുന്നിലായിരുന്നു. അന്നേ ദിവസം അവളുടെ ക്ലാസ്സിൽ കാറ്റ് എന്ന മറ്റൊരു പെൺകുട്ടി ചേർന്നിരുന്നു. എമയുടെ ബെസ്റ്റ് ഫ്രണ്ടായ സ്റ്റെഫ് ആഞ്ചലയുടെ സുഹൃത്തിൻ്റെ മകളായിരുന്നു. സ്കൂളിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ള ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും എമയുടെ പ്രകടനം അത്ര ശരിയല്ലായിരുന്നു. എന്നാൽ സ്റ്റെഫ് വളരെ മനോഹരമായി തന്നെ ഡാൻസ് കളിച്ചിരുന്നു. ഇത് കണ്ട ഡാൻസ് ഇൻസ്ട്രക്ടർ സ്റ്റെഫിനെ മുന്നിൽ നിർത്തുകയും എമയോട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ തെറ്റൊന്നുമില്ലെങ്കിലും തൻ്റെ സുഹൃത്ത് തന്നേക്കാൾ മുന്നിലെത്തുന്നത് എമയ്ക്ക് സഹിക്കാനാവുന്നതിലുമപ്പുറമായിരുന്നു. ദേഷ്യത്തോടെ വീട്ടിലെത്തിയ എമ കാണുന്നത് റോബർട്ട് ബിസിനസ് മീറ്റിങ്ങിൽ മുഴുകിയിരിക്കുന്നതാണ്. ആ സമയത്ത് അവരുടെ ചെറിയ കുഞ്ഞ് മുട്ടിലിഴഞ്ഞ് പൂളിനടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ രക്ഷിക്കുന്നതിനു പകരം എമ മനഃപൂർവ്വം പൂളിലേക്കുള്ള വാതിൽ തുറന്നിടുകയും കുട്ടിയെ ആകർഷിക്കാനായി പൂളിനരികിൽ മിഠായികൾ വയ്ക്കുകയും ചെയ്തു. കുട്ടി മിഠായികൾ എടുക്കാനായി പോകുമ്പോൾ വെള്ളത്തിൽ വീഴുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ മുറിയിലേക്ക് പോയി ജനലിലൂടെ കുട്ടി വെള്ളത്തിൽ വീഴുന്നത് കാണാനായി കാത്തിരുന്നു. എന്നാൽ ഭാഗ്യത്തിന് ആഞ്ചല കൃത്യസമയത്ത് വരികയും കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ റോബർട്ടും ആഞ്ചലയും തമ്മിൽ വലിയ വഴക്കുണ്ടായി. റോബർട്ടിനെ വേദനിപ്പിക്കുക എന്നുള്ളതായിരുന്നു എമയുടെ ലക്ഷ്യം. വഴക്കിന് ശേഷം പുറത്തിറങ്ങിയ റോബർട്ട് അവിടെ അവർ വാങ്ങാത്ത തരം മിഠായികൾ കിടക്കുന്നത് കണ്ടു. അതോടെ അയാൾക്ക് എമയെ സംശയമായി തുടങ്ങി. അന്ന് രാത്രി റോബർട്ട് ഉണ്ടാക്കിയ സൂപ്പിൽ എമ രഹസ്യമായി വൻതോതിൽ ഉപ്പ് കലർത്തി. ആർക്കും അത് കുടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ചൈനീസ് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് എമ നിർദ്ദേശിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൾ തന്നെയാണ് സൂപ്പ് നശിപ്പിച്ചതെന്ന് റോബർട്ടിന് മനസ്സിലായി. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് എമ കാറ്റിനെ തൻ്റെ ഗ്രൂപ്പിൽ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എമയുടെ നാടകങ്ങൾ തൻ്റെ അടുത്ത് ചെലവാകില്ലെന്നും പറഞ്ഞ് കാറ്റ് അവളെ പരിഹസിച്ചു. ഇത് എമയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അതിനിടെ വീട്ടിൽ വെച്ച് റോബർട്ട് എമയുടെ ഡ്രോയറിൽ നിന്ന് കാണാതായ തൻ്റെ കത്തി കണ്ടെടുക്കുകയാണ്. എമ അപകടകാരിയാണെന്ന് തിരിച്ചറിഞ്ഞ റോബർട്ട് അവളെ എത്രയും വേഗം ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കാനായി തീരുമാനിച്ചു. എമ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൾക്ക് പ്രവേശനം ലഭിക്കാൻ പ്രയാസമുള്ള മികച്ച ബോർഡിംഗ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയ വിവരം ആഞ്ചലയും റോബർട്ടും സന്തോഷത്തോടെ അവളെ അറിയിച്ചു. ഉള്ളിൽ ദേഷ്യം തോന്നിയെങ്കിലും
ഒന്നും പ്രകടിപ്പിക്കാതെ താൻ വളരെ എക്സൈറ്റഡ് ആണെന്ന് അഭിനയിച്ച് എമ വീണ്ടും അവരെ തെറ്റിദ്ധരിപ്പിച്ചു. മുറിയിലേക്ക് ഓടിക്കയറിയ അവൾ തലയിണയിൽ മുഖമമർത്തി ഉറക്കി നിലവിളിച്ചുകൊണ്ടാണ് തൻ്റെ ഉള്ളിലെ സങ്കടവും ദേഷ്യവും പുറത്തെടുത്തത്. എന്നാൽ നിമിഷങ്ങൾക്കകം അവൾ സ്വയം നിയന്ത്രിച്ചു. കണ്ണാടിക്ക് മുൻപിലിരുന്ന് ആ പഴയ പാവം പെൺകുട്ടിയായി മാറാനുള്ള അഭിനയം അവൾ പരിശീലിച്ചു തുടങ്ങി. ആ രാത്രിയിൽ അവൾ കാണുന്ന സ്വപ്നങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. തൻ്റെ ഭൂതകാലത്ത് താൻ കൊലപ്പെടുത്തിയ സ്വന്തം അച്ഛൻ്റെയും സുഹൃത്തിൻ്റെയും അധ്യാപകരുടെയും രൂപങ്ങൾ അവളുടെ സ്വപ്നത്തിൽ തെളിഞ്ഞു. സാധാരണ ഒരാളാണെങ്കിൽ ഭയന്നുറച്ച് എഴുന്നേൽക്കേണ്ട സാഹചര്യമാണെങ്കിലും എമ ഉണരുന്നത് വലിയൊരു ആത്മസംതൃപ്തിയോടും ചിരിയോടും കൂടിയാണ്. ആ കൊലപാതകങ്ങൾ ചെയ്തതിൽ അവൾക്ക് ഒട്ടും തന്നെ കുറ്റബോധമില്ലെന്ന് മാത്രമല്ല, അവൾക്ക് ആ കൊലപാതകങ്ങൾ ഒരു തരം ആവേശമാണ് നൽകിയിരുന്നത്. അടുത്ത ദിവസം സ്കൂളിൽ എമയുടെ സുഹൃത്തുക്കൾക്കൊപ്പം കാറ്റും വന്നിരിക്കുകയാണ്. എമയുടെ പഴയ സ്കൂളിൽ നിന്നാണ് താൻ വരുന്നതെന്ന് കാറ്റ് വെളിപ്പെടുത്തുന്നത് കേട്ട് എമയൊന്ന് ഞെട്ടി. എമയുടെ അച്ഛൻ്റെ മരണത്തിൽ കാറ്റ് അനുശോചനം അറിയിക്കുന്നുണ്ടെങ്കിലും എമ തൻ്റെ വികാരങ്ങൾ പുറത്തു കാണിക്കാതെ പിടിച്ചു നിന്നു. എന്നാൽ കാര്യങ്ങൾ അവിടെയൊന്നും അവസാനിച്ചില്ല. എമയോട് ചോദിക്കാതെ തന്നെ അവളുടെ സുഹൃത്തുക്കൾ കാറ്റിനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. തന്നേക്കാൾ പ്രാധാന്യം കാറ്റിന് ലഭിക്കുന്നത് എമയ്ക്ക് ഒട്ടും സഹിക്കാനായില്ല. ഒരു ദിവസം റോബർട്ട് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് റോബർട്ടിന് ഒരു ഫോൺ കോൾ വരുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ എമയെ ഏൽപ്പിച്ച് അയാൾ പുറത്തേക്ക് പോയി. എന്നാൽ എമ ചെയ്തത് മറ്റൊരു കാര്യമാണ്. ആരും കാണാതെ അവൾ പാനിലേക്ക് വൻതോതിൽ എണ്ണയൊഴിച്ചു. നിമിഷങ്ങൾക്കകം അടുക്കളയിൽ തീ പടർന്നു. ഉടൻ തന്നെ അവൾ അവിടെ നിന്ന് മുങ്ങി. പിന്നീട് ഫയറെല്ലാം മുഴങ്ങുന്ന ശബ്ദം കേട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ എമ പുറത്തേക്ക് വന്നു. റോബർട്ടിൻ്റെ അശ്രദ്ധ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് കരുതി ആഞ്ചല അയാളോട് ദേഷ്യപ്പെട്ടു. താൻ എമയോട് നോക്കാൻ പറഞ്ഞിരുന്നുവെന്ന് റോബർട്ട് പറയുമ്പോൾ താൻ ആ സമയത്ത് ബാത്റൂമിലായിരുന്നു എന്ന് എമ്മ കള്ളം പറഞ്ഞ് തടിയൂരി. തൻ്റെ ഇമേജിന് മങ്ങലേറ്റു എന്ന് മനസ്സിലാക്കിയ എമ്മ പിന്നീട് റോബർട്ടിന് ഒരു ഗ്ലാസ് ജ്യൂസ് നൽകി മാന്യമായി അവനോട് പെരുമാറി. താൻ ബാത്റൂമിൽ പോകാൻ പാടില്ലായിരുന്നുവെന്ന് പറഞ്ഞ് അവൾ ക്ഷമ ചോദിച്ചു. റോബർട്ട് അത് വിശ്വസിക്കുകയും അവൾക്ക് മാപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ എമ്മയുടെ അടുത്ത നീക്കം അതിഭീകരമായിരുന്നു. അന്ന് രാത്രി സംശയാസ്പദമായ സാഹചര്യത്തിൽ വീട്ടിലെ കറണ്ട് പോയി. ഈ ഒരു സമയത്ത് റോബർട്ട് തൻ്റെ കാർ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കാർ ഉയർത്തി വച്ചിരുന്ന ജാക്കി ലിവർ തകരാറിലാവുകയും കാർ അയാളുടെ ദേഹത്തേക്ക് വീഴുകയുമാണ്. വേദന കൊണ്ട് പുളയുന്ന റോബർട്ട് സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഈ സമയത്ത് എമ്മ അവിടേക്ക് വന്നിരുന്നുവെങ്കിലും അയാൾ മരിക്കുന്നത് കാണാനായി അവൾ ശാന്തമായി നോക്കി നിന്നു. താൻ ചെയ്ത കാര്യങ്ങൾ റോബർട്ട് തിരിച്ചറിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അവൾക്ക് ഭയമില്ലായിരുന്നു. കാരണം അയാൾ ഉടൻ മരിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും റോബർട്ടിനെ കാണാതായതോടെ ആഞ്ചല തിരിഞ്ഞ് അവിടേക്ക് വരികയും അയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അയാളുടെ നില അതീവ ഗുരുതരമായിരുന്നു. റോബർട്ട് മരിക്കുമെന്ന് ഉറപ്പിച്ച എമ്മ ആഘോഷത്തിനായി തൻ്റെ കൂട്ടുകാരുടെ പാർട്ടിയിലേക്ക് പോയി. എന്നാൽ അവിടെ വെച്ച് കാറ്റ് വീണ്ടും എമയെ പ്രകോപിപ്പിക്കുകയാണ്. എമയൊരു കൊലയാളിയാണെന്ന് മറ്റുള്ളവർക്ക് സൂചന നൽകുന്ന രീതിയിലാണ് കാറ്റ് സംസാരിച്ചിരുന്നത്. എമയുടെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് എല്ലാവരും ചോദിക്കാനായി കാറ്റ് നിർബന്ധിച്ചു. എന്നാൽ അപ്പോഴാണ് റോബർട്ടിൻ്റെ അപകട വിവരവുമായി അവളുടെ സുഹൃത്തിൻ്റെ അമ്മ വരുന്നത്. ആ അവസരം മുതലെടുത്ത അമ്മ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് ആശുപത്രിയിലേക്ക് എത്തി. അവിടെ ജീവനോടെ കിടക്കുന്ന റോബർട്ടിനെ കണ്ടപ്പോൾ അയാളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ റോബർട്ട് കോമയിലാണെന്നും ഇനിയൊരിക്കലും ബോധം വരാൻ സാധ്യതയില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞത് കേട്ട് അവൾ സമാധാനിച്ചു. വീട്ടിലെത്തിയ അമ്മ അവിടെ പറ്റിപ്പിടിച്ചിരുന്ന റോബർട്ടിൻ്റെ രക്തം തുടച്ചു നീക്കി. ആ രക്തം കാണുന്നത് പോലും അവൾക്ക് ദേഷ്യമുണ്ടാക്കിയിരുന്നു. അതിനിടെ ഒരു സഹപാഠി അയച്ച സാധാരണ മെസ്സേജിന് മറുപടി നൽകാൻ പോലും സൈക്കോപാത്തായ അമ്മ ഗൂഗിളിൻ്റെ സഹായം തേടുകയാണ്. എന്നാൽ ആശുപത്രിയിൽ അവിശ്വസനീയമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. റോബർട്ടിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും രാത്രിയിൽ അയാൾക്ക് ബോധം വരികയും ചെയ്തു. ആവേശഭരിതയായ ആഞ്ചല അയാൾക്ക് എഴുതാനായി ഒരു പേപ്പറും പേനയും നൽകി. വിറയ്ക്കുന്ന കൈകളോടെ റോബർട്ട് അതിൽ എമയെന്നെഴുതി. ഇതൊന്നും അറിയാതെ എമ തൻ്റെ സ്കൂളിലെ ഡാൻസ് മത്സരത്തിൻ്റെ ടെൻഷനിലായിരുന്നു. സ്റ്റെഫനി ആയിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക എന്നുറപ്പായതുകൊണ്ട് അവൾ ക്രൂരമായൊരു പദ്ധതി തയ്യാറാക്കി. അവൾ സ്റ്റെഫനിയുടെ പ്രിയപ്പെട്ട നായിയെ മോഷ്ടിച്ച് കാട്ടിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന രംഗങ്ങൾ ഇതായിരുന്നു. നായയെ കാണാതായ സങ്കടത്തിൽ
സ്റ്റെഫനി സ്കൂളിൽ വരില്ലെന്നും അതുവഴി തനിക്ക് അവസരം ലഭിക്കുമെന്നും എമ കരുതി. എന്നാൽ സ്കൂളിലെത്തിയ എമ കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. സ്റ്റെഫനിയുടെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഓഡിഷൻ പോലുമില്ലാതെ ടീച്ചർമാർ അവളെ തന്നെ വിജയിയായി പ്രഖ്യാപിച്ചു. തൻ്റെ പ്ലാൻ പാളിയ ദേഷ്യത്തിൽ വീട്ടിലെത്തിയ എമയെ കാത്തിരുന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. റോബർട്ടിന് ബോധം വന്നുവെന്നും അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്നുമുള്ള വാർത്തയായിരുന്നു അവൾക്ക് അറിയാനായി സാധിച്ചത്. ഇതോടെ അവളുടെ ഉള്ളിലെ ഭയം വർദ്ധിച്ചു. അവളത് പുറത്ത് കാണിക്കാതെ റോബർട്ടിനെ സ്വാഗതം ചെയ്തു. അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടിക്കാൻ ഒരു ബെല്ലും അവൾ നൽകി. എന്നാൽ റോബർട്ടിനെ അപകടത്തെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് ആശ്വാസമായി. സ്കൂളിൽ വെച്ച് കാറ്റ് വീണ്ടും എമയെ നേരിട്ടു. എമയുടെ ഭൂതകാലവും വർത്തമാനകാലവും തനിക്ക് നന്നായി അറിയാമെന്നും റോബർട്ടിൻ്റെ അപകടത്തിന് പിന്നിലും നായയെ കൊന്നതിന് പിന്നിലും എമയാണെന്ന് തനിക്കറിയാമെന്നും കാറ്റ് ഭീഷണിപ്പെടുത്തി. ദേഷ്യം വന്നുവെങ്കിലും ടീച്ചർമാർ വരുന്നത് കണ്ട് എമ കാറ്റിനെ ദേഷ്യം പിടിപ്പിച്ച് കാറ്റിനെ കൊണ്ട് തന്നെ തല്ലിപ്പിച്ചു. മറ്റുള്ളവരുടെ മുന്നിൽ താനൊരു ഇരയാണെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ അവൾക്ക് സാധിച്ചു. കാറ്റിനെ ടീച്ചർമാർ ശകാരിക്കുമ്പോൾ എമ്മ തൻ്റെ ഉള്ളിൽ ക്രൂരമായ ചിരി അടക്കിപ്പിടിച്ചു വെച്ചിരുന്നു. എങ്കിലും തൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്ന കാറ്റ് പുറത്തു നിൽക്കുന്നത് തനിക്ക് അപകടമാണെന്ന് എമ്മ തിരിച്ചറിഞ്ഞു. അവൾ നേരെ വീട്ടിലെത്തി ആഞ്ചലയോട് കാറ്റിനെക്കുറിച്ച് നുണക്കഥകൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അവളുടെ സ്വാധീനം ഉപയോഗിച്ച് കാറ്റിനെ പിന്നീട് സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇതിനിടെ സ്റ്റെഫനിയുടെ നായയെ തട്ടിക്കൊണ്ടുപോയത് ഒരു പെൺകുട്ടിയാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആഞ്ചല കണ്ടെത്തിയിരുന്നു. ആ പെൺകുട്ടി എമയാണെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അവളത് പുറത്തു പറഞ്ഞില്ല. എമയുടെ ക്രൂരത അവിടെയും അവസാനിച്ചിരുന്നില്ല. തൻ്റെ ഉറ്റ സുഹൃത്തായ സ്റ്റെഫനിക്ക് അപസ്മാരമുണ്ടെന്ന് എമയ്ക്കറിയാമായിരുന്നു. അവൾ സ്റ്റെഫനിക്ക് തലകറങ്ങുന്ന തരത്തിലുള്ള വിചിത്രമായ ചില ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. അതുകണ്ട് സ്റ്റെഫനിക്ക് അതിശക്തമായ ഫിറ്റ്സ് വന്നു. ആ ഒരു സമയത്ത് സ്റ്റെഫനിയുടെ മരുന്നുകൾ എമ നേരത്തെ തന്നെ മോഷ്ടിച്ച് മാറ്റിയിരുന്നു. അങ്ങനെ കൃത്യസമയത്ത് മരുന്ന് ലഭിക്കാതെ സ്റ്റെഫനി ദാരുണമായി മരണപ്പെടുകയാണ്. തൻ്റെ ലക്ഷ്യത്തിന് തടസ്സമാകുന്ന ആരെയും ഇല്ലാതാക്കാൻ എമ മടിക്കില്ല എന്നതിന് മറ്റൊരു തെളിവ് കൂടിയായി ഇത് മാറി. സ്റ്റെഫനിയുടെ മരണവിവരം അറിഞ്ഞതോടെ ആഞ്ചലയുടെ സംശയം വർദ്ധിച്ചു. അങ്ങനെ അവൾ എമയെ ചോദ്യം ചെയ്തു. താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നത് താൻ നായയെ തട്ടിക്കൊണ്ടുപോയി എന്നതിന് തെളിവാകില്ലല്ലോ. ഞാനതിൻ്റെ കോളർ ശരിയാക്കാൻ നോക്കിയതാണ് എന്ന് എമ നിഷ്കളങ്കമായ രീതിയിൽ മറുപടി പറഞ്ഞ് ആഞ്ചലയെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചു. എങ്കിലും എമയെക്കുറിച്ച് ആഞ്ചല ഇൻ്റർനെറ്റിൽ തിരഞ്ഞു. എമയ്ക്ക് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണെന്ന് അവൾ മനസ്സിലാക്കി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീട്ടിൽ റോബർട്ടിനെ നോക്കാനായി നഴ്സ് എമയെ ഏൽപ്പിച്ചു. എന്നാൽ കഠിനമായ തണുപ്പുള്ള ആ ദിവസം റോബർട്ട് വിറച്ച് കിടക്കുമ്പോഴും എമ അവനെ തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല. നേഴ്സ് വരുമ്പോൾ മാത്രം സഹായിക്കാൻ ഓടിച്ചെല്ലുന്ന എമയെ കണ്ട് റോബർട്ടിനും സംശയം തോന്നി. ഈ ഒരു സമയത്ത് എമ അവിടെ വെച്ച് ചൂളം വിളിച്ചിരുന്നു. അതോടെ റോബർട്ടിനെ അപകടം നടന്നിരുന്ന രാത്രിയിലെ സംഭവങ്ങൾ ഓർമ്മ വരികയാണ്. അന്ന് ആരോ ചൂളം വിളിക്കുന്ന ശബ്ദം അവൻ കേട്ടിരുന്നു. തൻ്റെ കാറിൻ്റെ ജാക്ക് ലീവർ അഴിച്ചുവിട്ടത് ഈ വിസിലടിക്കുന്ന എമ തന്നെയാണെന്ന് അവൻ ഉറപ്പായി. അയാൾ അവളോട് ദേഷ്യത്തോടെ അവളുടെ മുഖം മൂടി അഴിച്ചു മാറ്റാനായി ആവശ്യപ്പെട്ടു. എമയത് ചിരിച്ചു തള്ളിയെങ്കിലും റോബർട്ടിന് ജീവിച്ചിരിക്കുന്നത് തനിക്ക് ആപത്താണെന്ന് അവൾ ഉറപ്പിച്ചു. ആഞ്ചല എമയുടെ പഴയ നഗരത്തിലേക്കെത്തി അവളുടെ അങ്കിളിനെ കാണാനായി ചെന്നു. എമയുടെ അച്ഛൻ എമയെ കൊല്ലാൻ തോക്കുമായി നിൽക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും അന്ന് അവളെ രക്ഷിച്ചത് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്നും അങ്കിൾ വെളിപ്പെടുത്തി. എമയൊരു സൈക്കോപാത്താണെന്നും അവൾ ജീവിച്ചിരിക്കുന്നത് എല്ലാവർക്കും നാശമാണെന്നും അങ്കിൾ ആഞ്ചലയ്ക്ക് മുന്നറിയിപ്പ് നൽകി. പരിഭ്രാന്തിയിലായ ആഞ്ചല വീട്ടിൽ റോബർട്ടിൻ്റെ മുറിയിലെ ഒരു ടെഡി ബിയറിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ക്യാമറ പരിശോധിച്ചു. എമയുടെ ഭാവങ്ങൾ കണ്ട് തൻ്റെ കുടുംബം അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ആഞ്ചല നേഴ്സിനെ വിളിക്കാൻ നോക്കിയെങ്കിലും എമ നേഴ്സിൻ്റെ ഫോൺ നേരത്തെ തന്നെ മോഷ്ടിച്ചിരുന്നു. എമ തൻ്റെ അന്തിമ പദ്ധതി തയ്യാറാക്കുകയാണ്. അവൾ കാറ്റിനെ വീട്ടിലേക്ക് വിളിച്ചു. ഒപ്പം തൻ്റെ സുഹൃത്തായ നഥാനെയും. കാറ്റിന് നൽകിയിരുന്ന ഹോട്ട് ചോക്ലേറ്റിൽ അവൾ അമിതമായി ഉറക്ക ഗുളികകൾ കലർത്തിയിരുന്നു. ബോധം മറിയുന്നതിന് മുൻപ് എമ കാറ്റിനോട് താൻ ചെയ്തിരുന്ന എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞു. സ്വന്തം അച്ഛനെയും സുഹൃത്തിനെയും കൊന്നതും റോബർട്ടിനെ വധിക്കാൻ ശ്രമിച്ചതുമെല്ലാം അവൾ തന്നെയായിരുന്നുവെന്ന്. ശേഷം എമ പോലീസിനെ വിളിച്ച് കാറ്റ് തൻ്റെ വീട് കത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് കള്ളം പറഞ്ഞു. കാറ്റ്
ബോധരഹിതയായ ഉടൻ തന്നെ അവളുടെ ഫോണിലെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത ശേഷം എമ്മ ഗ്യാസ് തുറന്നുവിട്ട് വീടിനെ തീ കൊളുത്തി. ഈ ഒരു സമയത്താണ് ഏഞ്ചല അവിടേക്ക് എത്തുന്നത്. ഈ നേരത്തമ്മ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരികയായിരുന്നു. ഏഞ്ചല കത്തുന്ന വീടിനുള്ളിലേക്ക് റോബർട്ടിനെയും കുഞ്ഞിനെയും രക്ഷിക്കാനായി ഓടിക്കയറി. എന്നാൽ കുഞ്ഞ് ആ മുറിയിലുണ്ടായിരുന്നില്ല. അതൊരു കെണിയായിരുന്നു. ആ തീപിടുത്തത്തിൽ ഏഞ്ചലയും റോബർട്ടും കാറ്റും ദാരുണമായി കൊല്ലപ്പെട്ടു. ഏഞ്ചലയുടെ കുഞ്ഞിനെ അമ്മ വീട് കത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്ന കാറിലേക്ക് മാറ്റിയിരുന്നു. ശേഷം അവിടേക്ക് വന്നിരുന്ന നദാനോട് ഇതെല്ലാം കാറ്റ് ചെയ്തതാണെന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. പോലീസ് എമ്മയെ രക്ഷപ്പെടുത്തുകയും കുടുംബത്തെ നഷ്ടപ്പെട്ട അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ പുതിയൊരു കുടുംബം എമ്മയെ ദത്തെടുക്കാനായി വരികയാണ്. ഏഞ്ചലയുടെ കുഞ്ഞിനെ തന്നോടൊപ്പം നിർത്തണമെന്ന നിബന്ധനയോടെ എമ്മ അവരോടൊപ്പം പോകാൻ സമ്മതമറിയിച്ചു. തൻ്റെ പുതിയ ഇരകളെ തേടിയുള്ള എമ്മയുടെ യാത്ര അവസാനിക്കുന്നില്ല എന്നുള്ള ഭീതിയോടെയാണ് ചിത്രം അവസാനിക്കുന്നത്.